ഹലോ, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളൊരു ഫ്ലൈറ്റ് യാത്രയാണ് കേട്ടോ. വാരണാസി വരെ ഒന്ന് പോവുകയാണ്. അപ്പോൾ വാരണാസിയിലേക്ക് നമുക്ക് കുറച്ച് കർമ്മങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഫ്ലൈറ്റിലാണ് പോകുന്നത്. ആദ്യം ബാംഗ്ലൂർ പോകണം. ബാംഗ്ലൂർ പിന്നെ അവിടുന്ന് പിന്നെയാണ് വാരണാസിയിലേക്കുള്ള ഫ്ലൈറ്റ്. ഡയറക്റ്റ് ഫ്ലൈറ്റ് നമുക്ക് കിട്ടിയില്ല കേട്ടോ. അപ്പോൾ കൊച്ചി ടു ബാംഗ്ലൂർ, ബാംഗ്ലൂർ ടു വാരണാസി. അപ്പോൾ ഇന്നത്തെ യാത്ര കണ്ടാലോ നമുക്ക്. അങ്ങനെ നമ്മൾ ബാംഗ്ലൂർ എയർപോർട്ടിൽ എത്തിയിട്ട്, പക്ഷേ അരമണിക്കൂർ ലേറ്റ് ആയിട്ടായിരുന്നു വന്നത്. നമുക്ക് ആകെ വാരണാസി ഫ്ലൈറ്റ് വരാൻ നമുക്ക് 1 മണിക്കൂറായിരുന്നു അവിടെ ടൈം ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾ ഓൾറെഡി അരമണിക്കൂർ ലേറ്റായിട്ട് എത്തിയത് കൊണ്ട് അധികം ഒന്നിനും സമയം കിട്ടിയില്ല കേട്ടോ. ഫുഡ് കഴിക്കാൻ ഒന്നിനും സമയം കിട്ടിയില്ല. പിന്നെ ഫുഡ് പാഴ്സൽ മേടിച്ചു. അപ്പോൾ തന്നെ ഫ്ലൈറ്റ് എത്തിയിട്ടുണ്ടായിരുന്നതാണ്. വേഗം ഓടിപ്പോയി ഫ്ലൈറ്റിൽ കയറി. പിന്നെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിപ്പോൾ അവിടുത്തെ എയർപോർട്ടിലെ കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ. വിശേഷങ്ങളല്ല, അവിടുത്തെ വീഡിയോസിലൊക്കെയാണ്. എയർപോർട്ടിലിങ്ങനെ സൈഡിൽ നല്ല ഭംഗിയായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ, എയർപോർട്ടിൻ്റെ സൈഡൊക്കെ. അങ്ങനെ നമ്മൾ എയർപോർട്ടിൽ ഇറങ്ങി നമ്മൾ പുറത്തേക്ക് പോവുകയാണ്. വാരണാസി എത്തി കേട്ടോ. പിന്നെ ഫ്ലൈറ്റിലെ കൂടുതൽ വീഡിയോസൊന്നും എടുത്തില്ല. അങ്ങനെ നമ്മൾ വാരണാസി എയർപോർട്ടിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ ടാക്സി ചെയ്തിട്ടുണ്ടായിരുന്നു, ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി ടാക്സി വരുന്നത് ഇങ്ങനെ കാത്തു നിൽക്കുകയാണ്. അങ്ങനെ ടാക്സി വന്നു, ടാക്സിയിൽ പോവാണ്. ഫസ്റ്റ് റൂമിലെ ലഗേജൊക്കെ നമ്മൾ പുറത്തേക്ക് പോകുന്നത്. വാരണാസിയിലേക്ക് പോകുന്ന വഴിയിൽ എയർപോർട്ടിൻ്റെ പുറമേ ഉള്ള കാഴ്ചകളാണ് കേട്ടോ. जो होगा हमको बता दीजिएगा। अच्छा ठीक है, नंबर तो है ना, नंबर है। जैसे कि आज अपना होटल देख लीजिए और आप 5 बजे निकलिए सुबह मॉर्निंग में 5 बजे निकलेंगे। आपको पूजा पाठ करने में 11 बजे तक बनारस आ जाएंगे वापस। हाँ, यहाँ भी अपना पूजा पाठ कर लीजिए, मंदिर भी घूम लेंगे। हाँ, ये होता है। अच्छा, सुबह निकलेंगे 7 बजे, आएंगे आप 4:30 बजे। अच्छा, पूरा घूम लेंगे। അങ്ങനെ ഞങ്ങൾ റൂമിലെത്തി, ലഗേജൊക്കെ വെച്ചു. ഇനി നമ്മൾ പുറത്തുനിന്ന് പോവാണ്. അപ്പോൾ നമ്മൾ മെയിനായിട്ട് എന്തായാലും വന്നതല്ലേ, അപ്പോൾ നമുക്കിനി വൈകുന്നേരം, ഇതിപ്പോൾ നാളെയാണ് നമ്മളെ ചടങ്ങുകളൊക്കെ ചെയ്യാൻ പോകണം. അപ്പോൾ എങ്ങനെയാണ് എന്താണെന്നുള്ളതൊക്കെ ഒന്ന് അന്വേഷിക്കുകയും വേണം. പിന്നെ ഞങ്ങളെ കൂടെ ഫ്ലൈറ്റിലുള്ള കുറച്ച് ആൾക്കാരുണ്ട്. അപ്പോൾ അവർ എന്തോ തെയ്യത്തിൻ്റെ അങ്ങനെ എന്തോ ഒരു തെയ്യത്തിൻ്റെ ആൾക്കാരാണ്. അപ്പോൾ അവർ പറഞ്ഞു നാളെ അവരുടെ കണ്ണൂരുള്ള ആൾക്കാരായിരുന്നു. അപ്പോൾ അവർ തെയ്യത്തിൻ്റെ എന്തോ പ്രോഗ്രാം ഉണ്ടെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അപ്പുറത്ത് തന്നെ ഗംഗാരതി കാണാനുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഞങ്ങളൊന്ന് പുറത്തേക്ക് ഇറങ്ങിയതാണ്. അപ്പോൾ ഓട്ടോയിലാട്ടോ പോണത്. അപ്പോൾ ഗംഗാരതി കാണാനുള്ള അവിടുത്തെ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. ഗംഗാരതി കാണാൻ വൈകുന്നേരമാവും. പക്ഷെ ഞങ്ങൾ കുറച്ച് നേരത്തെ തന്നെ ഇറങ്ങി. എന്നാൽ നമ്മളൊരറിയാത്ത സ്ഥലത്ത് വന്നതല്ലേ, അപ്പോൾ തപ്പി പിടിച്ച് പോണേക്കാൾ നല്ലത് നമ്മൾ സമയം വൈകി എത്തണേക്കാൾ നല്ലത് കുറച്ച് നേരത്തെ ഇറങ്ങിയാൽ മതിയല്ലോ. അങ്ങനെ നമ്മളിനി അങ്ങോട്ട് നടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. ചെറിയ വഴിയാണ് ഗംഗാരതി കാണാനുള്ള അവിടേക്ക് പോകണത്. ഇനി ഗംഗാരതിൻ്റെ അങ്ങോട്ട് പോണതും അങ്ങനത്തെ വിശേഷങ്ങളൊക്കെ കാണാം.
നമ്മൾ ഈ ഇടുങ്ങിയ വഴിയൊക്കെ ഇങ്ങനെ നടന്നു പോകുമ്പോൾ നമ്മൾ വിചാരിക്കും ഇത് എങ്ങോട്ടാണ് പോകണത് എന്നുള്ളത്. സാധാരണ പറയാറില്ല സ്വർഗത്തിലേക്കുള്ള വഴികൾ ഇടുങ്ങിയതായിരിക്കും എന്നുള്ളത് പറയില്ല. അതേപോലെ തന്നെ കേട്ടോ, ഇടുങ്ങിയ കുഞ്ഞു കുഞ്ഞു വഴികളാണ്, പഴയ കെട്ടിടങ്ങളാണ്, പുതിയ കെട്ടിടങ്ങളൊന്നുമില്ല. അത് പഴയ കെട്ടിടങ്ങൾ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് ഇങ്ങനെ പോരുന്നുള്ളൂ. അതിൻ്റെ ഇടയിൽ ചെറിയ ചെറിയ കച്ചവടക്കാരൊക്കെ ഉണ്ട്, ഫുഡ് വിൽക്കുന്നവരും. കൂടുതലായിട്ടും അമ്പലമൊക്കെയായിട്ട് ബന്ധപ്പെട്ട ഓരോ കച്ചവട സാധനങ്ങളൊക്കെ തന്നെയാണ് വിൽക്കുന്നത്. അപ്പോൾ അങ്ങനെ കുഞ്ഞു കുഞ്ഞു വഴികളാണ്. പെട്ടെന്ന് ഞാൻ വിചാരിച്ചിട്ട് ഇരുട്ടായിരുന്നു, പക്ഷേ ഇരുട്ടായതല്ല. ഒരു കവാടം പോലെയുള്ള അതിൽ പോകുമ്പോൾ ഉള്ളിൽ ലൈറ്റൊക്കെ ഉണ്ട്, പക്ഷേ ഈ കവാടം കഴിഞ്ഞ് ചെല്ലുമ്പോഴുള്ള കാഴ്ച നമ്മളെ അതിമനോഹരമായൊരു കാഴ്ചയാണ്. നോക്കിയേ, നമ്മൾ വാരണാസി എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഫോട്ടോയിലൊക്കെ അല്ലേ ഇത്ര നാൾ ഞാൻ കണ്ടിട്ടുള്ളൂ കേട്ടോ, ഫോട്ടോയിലൊക്കെ ഞാൻ കണ്ടിട്ടുള്ളായിരുന്നു. പക്ഷേ ഇത് വീഡിയോയിൽ കാണുമ്പോൾ നിങ്ങൾക്ക് എത്രമാത്രം ആസ്വദിക്കാനാവും, അല്ലെങ്കിൽ നിങ്ങളെ കണ്ണിൽ എങ്ങനെയാണ് കാണുന്നത് എനിക്ക് പറഞ്ഞറിയിക്കാറില്ല. അത്രയും ഒരു എന്താ പറയുക, അത്രയും മനസ്സിനും കണ്ണിനൊക്കെ ഒരു കുളിർമ തരുന്നൊരു കാഴ്ചയായിരുന്നു കേട്ടോ ഇത്. ഒരുപാട് ബോട്ടുകളുണ്ട് കേട്ടോ. അപ്പോൾ കുറേ സ്റ്റെപ്പ് ഇറങ്ങിയിട്ടും വേണം. അപ്പോൾ നടക്കാൻ പറ്റാത്തവരൊക്കെ വരുന്നത് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ എന്താ പറയുക, നല്ലൊരു എന്താ പറയുക, നമുക്കൊരു മനസ്സിനൊക്കെ നല്ല സന്തോഷം തരുന്നൊരു കാഴ്ചയായിരുന്നു. പിന്നെ ഇതാ ദഹിപ്പിക്കുന്നുണ്ട് കേട്ടോ, ശരീരങ്ങൾ ദഹിപ്പിക്കുന്നുണ്ട് ഓരോരോ സ്ഥലത്ത്. ഇവിടെയല്ല മെയിനായിട്ട് ദഹിപ്പിക്കുന്ന സ്ഥലം എങ്കിലും വാരണാസിയിൽ കൊണ്ട് ദഹിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അങ്ങനെ കുറച്ച് ഇതൊക്കെ ദഹിക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ ഞങ്ങൾ ഇവിടുത്തെ ഇത് ചോദിച്ചറിയാണ് കേട്ടോ, ബോട്ടിന് എങ്ങനെയായിരിക്കും റേറ്റൊക്കെ എങ്ങനെയായിരിക്കും എന്ന് അറിയാണ്. अगर आप मोटर बोट लेके आए मोटर बोट ऐसा बड़ा इसमें स्पीड में जाता है। मोटर बोट लेके जाने से 6,500 ग्रुप बोट है वो सब। चेयर लगा हुआ है सेंटर में, उस चेयर में जाते तो उसमें मेंबर को 600। सिंपल में जाते, सिंपल बोलने से जैसे ये सब बैठा ना वैसा सिंपल, उसमें 400 ഗ്രൂപ്പിൽ പോയാൽ പോരാ അതിൽ वाला तो मगर जब फ्रेंड गया था वो तो बोला ग्रुप वाला में कम की था, वो 400 में हो गया। ये बैठा तो रहा है 400 में, सर सिंपल वाले पे जाइए। ये ले ऐसे वो एक फोटो भेजा भी दिखाइए पेमेंट कर दीजिए, हमारा कॉन्टेक्ट नंबर लीजिए। ഞാൻ ഈ സൈഡിലിരിക്കുന്നത്, അങ്ങോട്ട് कल 3 बजे के पहले आया, 3 बजे के पास इवनिंग। चाय दे लेमन टी मसाले वाली ആരതി കാണാൻ പോവാണ്. ഇഷ്ടംപോലെ ബോട്ട്. चलो कॉटन कैंडी।
ഈ ബോട്ടിൽ ചെയറിലിരുന്ന് പോകാൻ ഒരാൾക്ക് 400 രൂപ കേട്ടോ അവർ മേടിച്ചത്. അതേപോലെ തന്നെ ഇതിൽ കുറേ കുഞ്ഞു കച്ചവടക്കാരുണ്ട്, കുട്ടി കച്ചവടക്കാർ. കോട്ടൺ ക്യാൻഡി ഉണ്ട്, പിന്നെ ആരതി ഒഴിക്കാനുള്ള ഇതൊക്കെ ആയിട്ട് താലമുണ്ട്. പിന്നെ ഇത് കണ്ടില്ലേ, ഒരു പൊട്ട് വരയ്ക്കുകയാണ്. അത് ചന്ദനമൊക്കെ വെച്ച് അരച്ച ചന്ദനമാണ്, അതൊക്കെ വെച്ചിട്ടൊരു പൊട്ട് വരയ്ക്കുകയെന്ന് പറയാം. അതിന് 100 രൂപയാണ് അവർ പറയണത്. ചിലർ വെറുതെ വരച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ഇത് പൈസയ്ക്ക് ചെയ്യുന്നത് കൊണ്ട് പൈസയ്ക്ക് അല്ലാതെ ചെയ്യുന്നവരും ഉണ്ട് കേട്ടോ. അപ്പോൾ ഒരുപാട് കച്ചവടക്കാർ ഇതിനുണ്ട് കേട്ടോ. പിന്നെ ലെമൺ ടീ, കോട്ടൺ ക്യാൻഡി, പിന്നെ വേറെ സ്വീറ്റ്സ്, അങ്ങനെ ഒരുപാട് കച്ചവടക്കാരുണ്ട്. അപ്പോൾ ഏകദേശം ഇത് ബോട്ട് ഫുള്ളായാലേ ഇനി നമുക്ക് പോകാൻ പറ്റും. ഫുള്ളാകാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സൈഡ് ഭാഗത്തും എല്ലാ ഭാഗത്തും ഫുള്ളാവണം ആളുകൾ. അപ്പം നമ്മളങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ പോകുന്നൊരു ബോട്ട് കണ്ടോ, അത് കുറച്ചും കൂടെ പൈസ കൂടുതലുള്ള ബോട്ടാട്ടോ. അതിൻ്റെ ഏറ്റവും റൂഫ് ടോപ്പിൽ നിന്നിട്ട് പോവുക, ഫുള്ള് നിറച്ച ആളുകളാണ്. എല്ലാം ബോട്ട് ഫുള്ളായാലേ നമുക്ക് പോകാൻ പറ്റുള്ളൂ. അങ്ങനെയാണ്. ये पहले बनाना था आप वीडियो बाबू का। ओम नमः अब अपना फोटो देखिए, पापा से खिंचवाइए। अरे देखिए അങ്ങനെ ഇരുടായി തുടങ്ങി. ബോട്ട് സ്റ്റാർട്ട് എന്താ പറയുക, ഇത് കാണുമ്പോൾ നമുക്ക് വല്ലാത്തൊരു ഇതാണ് കേട്ടോ. പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ഇതാണ്. നമ്മുടെ ആരൊക്കെ അറിയിക്കുന്നവരെ നമുക്കൊരു ഫീലൊക്കെ തോന്നും. നമ്മൾ സ്റ്റാർട്ട് ചെയ്തു, ബോട്ട് സ്റ്റാർട്ട് ചെയ്തു. ഇത് മോട്ടറിൽ വർക്ക് ചെയ്യുന്നത് കേട്ടോ. ഒരുപാട് ആളായി, അത്യാവശ്യം ആളുകൾ എല്ലാവരും വീഡിയോ എടുക്കാനും മെയിനായിട്ട് വീഡിയോ എടുക്കാൻ പോകും. ഇത് നമ്മൾ 2-3 പാർട്ടായിട്ടാണ് ചെയ്യുന്നത്. മൊത്തമായിട്ടൊരു